ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്കിങ്ങനെ സുഖമായിട്ട് പോണോന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോണില്ല. അപ്പൊ ഞാൻ ഇപ്പൊ കാടൂറ്റിലാണ് കേട്ടോ ഉള്ളത്. കാടൂറ്റിൽ ഇന്നലെ വന്നു. അമ്മച്ചിക്ക് ഒരു സർപ്രൈസ് വിസിറ്റ് കൊടുത്തു. സർപ്രൈസ് വിസിറ്റ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത സർപ്രൈസ് ആയി പോയിട്ടാ. ഞാൻ സത്യത്തില് 2 ദിവസം ഇവിടെ നിൽക്കാന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. വന്നെന്ന് പറഞ്ഞു കഴിയുമ്പോ ചേട്ടായി എന്നെ കൊണ്ടാക്കിയിട്ട് ചേട്ടായി വീട്ടിലേക്ക് പോയി. കാരണം ഇവിടെ നിന്നോട്ടെ, ഞാൻ കുറെ ദിവസമായി പറയണ ഇവിടെ നിക്കട്ടെ എന്ന് വെച്ചിട്ട്. അപ്പൊ എന്തായാലും അവളുടെ ആഗ്രഹമല്ലേ, പൊക്കോ എന്ന് പറഞ്ഞ് കൊണ്ട് നിർത്തി. എനിക്കത് വേണ്ട, ഞാൻ ഫുഡ് കഴിച്ചതേ. നമുക്കിന്നതേ ചെറുപയറും ഉണക്കം. ഞാൻ വിചാരിച്ച അമ്മച്ചിയുടെ ചോറൂണ് കഴിഞ്ഞു. തുണി വെയിലെത്തിട്ടുണ്ടായില്ലല്ലോ അല്ലേ? ഞാൻ ഇടാതെ വിചാരിച്ചു, പക്ഷെ അതിന് സാഹചര്യം പറ്റില്ല. ഉമ്മച്ചിക്ക് പിന്നെ ചക്കക്കുരു മാങ്ങ ചെമ്മീനും കൂടി ഇടാറുണ്ട്. ഞാൻ എടുത്തില്ലല്ലോ ഈ കറി, മറന്നുപോയി. മാങ്ങി ചെമ്മീനും പക്ഷെ നോമ്പ കൊടുക്കാം. ഇപ്പൊ ചെമ്മീനെ കിട്ടില്ല. എനിക്ക് ചക്കക്കുരു ആവുള്ളൂ. ചക്ക മൂത്ത് തന്നുള്ളൂ. ആരെന്നോട് ചോദിച്ചല്ലോ. ചക്ക മൂത്തോന്നാ? ചക്ക മൂത്ത് തന്നുള്ളൂ. കണ്ട കുറുമ്പ കയറിയത് കണ്ട. മര്യാദക്ക് എടുക്കാതെ. നാടൻ മാങ്ങിയത് ഇത് നാടൻ മാങ്ങ, വിഷമില്ലാത്ത മാങ്ങ. അപ്പച്ചൻ കടയിൽ പച്ചമാങ്ങ പഴിപ്പിച്ചോ. മൂവണ്ടനത് നല്ലത്. പുളിയുണ്ട്, മധുരമുണ്ട്. വിഷമില്ലാത്ത മാങ്ങ കൊണ്ടതാ. വിഷമില്ലാത്ത മാങ്ങ പച്ച കൊണ്ടുവരും. ഇങ്ങനെ പഴിപ്പിച്ച് പച്ച കൊണ്ടുവരും. പാപ്പ വിഷമില്ലാത്ത മാങ്ങ കൊണ്ടുവരും. ഇങ്ങനെ പിള്ളേർക്ക് പിള്ളേർക്കല്ല. പക്ഷെ നല്ല ചുമന്ന് നല്ല ഇതുണ്ട് ഇട്ടാണ്ട. കളറുണ്ട്, പക്ഷെ അതുപോലെ മധുരമുണ്ട്, പുളിയുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് തിന്നേന്നാ. അതിന് ഇഷ്ട പുളി അതവിടെ ആദത്തിന്റെ മുഖം പുളി ഉണ്ടെങ്കിൽ അപ്പൊ മാങ്ങ തിന്നു. ആദമ്മിച്ചനെ മാങ്ങനെ തള്ളിയതേ, തട്ടി കളഞ്ഞു. വേണ്ടെന്ന് കറിയിലിടാനാണോ തിന്നാനാണോ കൊണ്ടപ്പിച്ച? പൊട്ട മാങ്ങിയ അവൻ കടിച്ചെടുക്കൂട്ടാ. കൊച്ചേറി നീക്കുമ്പോട് വേണ്ട. അത്രയും മതി. അതാ അച്ചിമോൻ തിന്നുമ്പോ അതമോനും തിന്നും. അയില ഭൂമിച്ചാളാ മീൻകാരനെ ചോദിച്ചു. ഇവിടെ മീൻകാരൻ വരാനിട്ടാ. അപ്പൊ എനിക്ക് നോയമ്പായതുകൊണ്ട് അയാളോട് ഞാൻ നോയമ്പാന്ന് പറഞ്ഞത്. അതിന് ഇപ്പൊ ഇവിടെ വരില്ല. ഒരുത്ത എനിക്ക് വന്നപ്പോ ഇറങ്ങിന് മീൻകാരനെ എവിടെയെന്ന്. മീൻകാരൻ നിർത്ത് അതിനെ നിർത്തി മേടിക്കോ? മീമി തന്നെ കൊച്ചു മീമി കൊണ്ടുവന്നു. എന്നിട്ട് മീൻ മഞ്ഞ മീൻ നല്ലതാണോ? ഫ്രഷ് ആണോ? ഫ്രഷാണ്. കാശ എത്രയാ? ഗൂഗിൾ പേ ചെയ്യാൻ പറയും. ഗൂഗിൾ പേ ചെയ്യാട്ടാ. ഇന്നലെ ചെറുതായിട്ട് അമ്മച്ചിക്ക് ചുമയുണ്ടായിരുന്നു. ഇന്നായപ്പോഴേക്ക് ആ ചുമ അങ്ങോട്ട് കൂടി. അബുറു വാശി പിടിക്കുന്ന കേട്ടാ. ചുമ അങ്ങോട്ട് കൂടി. ചുമ കൂടി കഴിഞ്ഞപ്പോ ഹോസ്പിറ്റലിൽ പോകേണ്ടത് നിർത്തില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ചുമ കൂടി ലങ്സിൽ ഇൻഫെക്ഷൻ വന്നിട്ടാണ് അഡ്മിറ്റ് ആവേണ്ടി വന്നത്. അപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോയേക്കണ്ടപ്പ ഡിന്നി ഉണ്ടായി. ഡിന്നിക്ക് ചുമയുണ്ടായിരുന്നു. ഡിന്നിക്ക് ഹസിക്കൂട്ടിന് ചുമയുണ്ടായിരുന്നു.
അപ്പൊ ആ ചുമ അമ്മച്ചിക്ക് കിട്ടി, ഇൻഫെക്ഷനായി. അപ്പൊ ആൾക്ക് വയ്യ, ടോട്ടലി വയ്യ. അപ്പൊ ഇപ്പൊ അവര് ഇവിടേക്ക് പോയിക്കാണ്, അപ്പോളോ ഹോസ്പിറ്റലിൽ പോയിക്കാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ട്ടോ, അതായത് ഞാനും 2 പിള്ളേരും അവര് കൂടെ ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് ഒരു ഉറക്ക ടൈം ഉണ്ട്. ഉറക്ക സമയം എന്ന് പറഞ്ഞാൽ ഒരു 12 മണി 1 മണി സമയത്ത് ഇവർക്ക് ഭയങ്കര വാശി പറഞ്ഞ സമയമാണ്. അതായത് 2 പേരും ഉറങ്ങാൻ വാശി പിടിക്കുന്ന സമയം അതാണ്. ആ സമയം ഇപ്പൊ ഞാൻ അത് ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം ആദ്യം ഉറങ്ങി, അബ്രു ചെറിയൊരു ഉറക്കം ഉറങ്ങി എനിക്ക് കഴിഞ്ഞപ്പോൾ അബ്രുവിന് ഇപ്പോൾ വീണ്ടും ഉറക്കം വരുന്നുണ്ട്. അതന്നെ വാശി പിടിച്ചേക്കണം. അവരിപ്പോൾ അസിക്കൂട്ടനും ഡിന്നി എല്ലാവരും പോണ സമയത്ത് ഭയങ്കര കരച്ചിലും ബഹളായിരുന്നു ആദം. എന്നിട്ട് ആദത്തിന് ഞാനൊരു വിധത്തില് വാതിലടച്ച് റൂമിലൊക്കെ ഇട്ട്, റൂമില് ഫോൺ കാണിച്ചപ്പോൾ തന്നെ അവന് മനസ്സിലായി ഇവര് പോവാന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെ അതുണ്ട് ഇതുണ്ട് അങ്ങനെയാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ച് ഇപ്പൊ കിടന്നുറങ്ങിയിട്ടുണ്ട്. അവനെ എനിക്കുമ്പോഴേക്കും അവര് തിരിച്ചെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണം. ആസിക്കൂട്ടനെയും കൊണ്ടുപോയിട്ടുണ്ട്. അതാണ് ആദത്തിന് ഇത്ര വിഷമം വരാൻ കാരണം. എന്നിട്ട് പറഞ്ഞ ഡോക്ടർ ഇൻഫെക്ഷനായ അപ്പൊ ആന്റിബയോട്ടിക് എന്നാ എത്ര ദിവസം? 7 ദിവസത്തേക്ക് ആന്റിബയോട്ടിക് തന്നു. അത് കഴിച്ചിട്ട് കുറഞ്ഞില്ലെങ്കിൽ ചെല്ലാൻ ചുമയല്ലേ? എല്ലാവർക്കും ചുമയാണ്. ചെന്നൈ ചോദിച്ചതായിരിക്കും ഉണ്ടായിരുന്നു ചുമ. അച്ചിച്ചുട്ടിന്റെ ജമിച്ചു വാങ്ങിച്ചാ? അച്ചിച്ചുട്ടിന് ജമിച്ചു വാങ്ങിച്ചാ? ആദത്തിന് ജമിച്ചോ? വരികൂട്ടിന്റെ കൂടെ നിന്ന് ഇറങ്ങുമ്പോ വെക്കണേന്ന് പറയും. അതെ, ഒരടവണ്ണവന്റെ കൂടെ നിന്ന് അങ്ങനെ വെക്കണേ, മസാല ദോശ വെക്കണേ ഒക്കെ വന്നിട്ടെന്ന് തോന്നണ പറഞ്ഞു. ആശുപത്രിയാണ് ഹോട്ടലല്ലാന്ന് പറഞ്ഞപ്പോ പിന്നെ നിർത്തി. പക്ഷെ പോയി വന്നല്ലോ അല്ലേ? കൊറേ സമയം പിടിക്കുന്നു ചോദിച്ചേ കണ്ടു ചെന്ന ഭാഗ്യണ്ട്. ഇവര് 2 പേരും വാശി പിടിക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെയോ ആദത്തിനെ ഞാൻ ഉറക്കി കുറച്ചേരം പാട്ട് വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ TV ഓഫ് ചെയ്തു. ഇനിയിപ്പോ വീണ്ടും അവൻ എടുത്തോണ്ട് നടന്നു. അപ്പൊ ഇപ്പേക്ക് ഇവന് എനിറ്റു ഇവര് ചെറിയൊരു ഉറക്കം ഇറങ്ങിയത് കഴിഞ്ഞിട്ട് എനിറ്റു. എന്നിട്ട് മരുന്ന് കഴിച്ചാ ചെയ്യും. മരുന്നുകളൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ളൂ. അവിടുന്ന് വാങ്ങിക്കില്ലല്ലോ അല്ലേ? അവിടുന്ന് അവന് അപ്പോളയില് ഇതുള്ളതാ കാർഡ് അക്കൗണ്ട് ഉണ്ട് അപ്പോളയില്. അപ്പൊ അപ്പോളേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരും വൈകുന്നേരത്തേക്ക് വരും. വിളിക്കാൻ പറഞ്ഞാ 2 കുട്ടീസ് ഉറക്ക യാദത്തിന്റെ അടുത്ത് ഇറക്കാം. അത് നല്ലതാ. എന്തിനാ എനിപ്പിക്കാനാ? അതിനെ തുടരണ്ടാട്ടാ, നീ കണ്ട ദൈവമേ. ആദംകുട്ടൻ്റെ അമ്മാമ്മ കൂടെ പോയേ. അമ്മാമ്മ കൂടെ പോയേ. ഈശോയെ, അമ്മാമ്മ കൂടെ പോയി എന്ന് പറയും. ചവിട്ടണു ആദത്തിനെ കൊണ്ടുപോണ്ട് പോയി അമ്മാമ്മ. ഇഞ്ചക്ഷൻ എങ്ങനെ വെച്ച്? അമ്മാമ്മയ്ക്കൊരു ഇഞ്ചക്ഷൻ വെച്ച് കൊടുത്തേ. അമ്മാമ്മയ്ക്ക് മേത്തൊരു ഇഞ്ചക്ഷൻ വെച്ച് കൊടുക്കും. ഇഞ്ചക്ഷൻ തരും. അമ്മാമ്മയുടെ പേരെന്തിട്ടാ? അതാ ഡേസി അമ്മാമായി. പേരെന്തിട്ടാ? കുഞ്ഞളീന. എല്ലാവർക്കും ഓരോ പേരുകൾ ഇട്ടുണ്ട്. എന്റെ മോൻ അവന്റെ പേര് ആദം ഒതുമു. നിന്റെ പേരെന്തിട്ടാ? അബ്രു ചെയ്യണേ. അബ്രു മുട്ടുണ്ട് ചെയ്യണേ. അബ്രു മുട്ടുണ്ട് ചെയ്യണേ. അടാടുണ്ണി അടാട് അബ്രു അടാട് അടാടുണ്ണി ആടണ്ട. അവനെ ആട നോക്കിയതാ. അടാടുണ്ണി അടാട്. ഞാനേ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാട്ടാ. ഇന്നുണ്ടായൊരു കാര്യമാണ്. എന്താ സംഭവം എന്ന് കാണിച്ചു തരാം. അത് കഴിയുമ്പോൾ എന്താ സംഭവിച്ചെന്നുള്ളത് അമ്മച്ചി പറയൂട്ടാ. ആദം വന്നിട്ടാ മതി. ആദം പിന്നാലെ വന്ന് ആദം ഓടി തന്നെ. കണ്ട പാടം കണ്ട? ആ പാടത്തിന്റെ സൈഡിൽ മാത്രം വേറൊരു കളർ നിങ്ങൾ ശ്രദ്ധിച്ച? എന്തിട്ട് സംഭവിച്ച ആദം? വായോ അമ്മാമ്മോട് ചോദിക്കുക എന്തിട്ട് സംഭവിച്ചെന്ന്. അമ്മാമ്മയാണ് ഇത് ചെയ്ത ആള്, ഒപ്പിച്ച ആള്. ഇത് ആ രൂപത്തിലേക്ക് അതാക്കിയത് അമ്മാമ്മയാണ്. അപ്പൊ അമ്മാമ്മ തന്നെ പറയണം അതെന്താ സംഭവിച്ചതുള്ളത്.
അതന്നെ അമ്മ ഡിന്നിയാ അമ്മാമയല്ലേ? ആ പറയ്, എന്താ സംഭവിച്ച ആ പാടത്തിന് വേറൊരു കളറ്? കടലാസ് അതൊക്കെ ഇവിടെ കിടക്കണ്ടായിരുന്നു, അത് കൊണ്ടുവന്ന് തീയിട്ടതാണ്. അത് ഇവിടെ കണ്ടല്ലേന്ന് വെച്ചാൽ അവിടെ കൊണ്ട് തീയിട്ടത്. ഇങ്ങനെ ആളിപ്പടന്ന് വിചാരിച്ചില്ല. അങ്ങനെ അത് കത്തിക്കായ്മ കെട്ടുപോകാറ് പതിവ്. ഇന്നാണ് ഈ കത്തിച്ചിട്ട് പോന്നു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതിപ്പോ കെട്ടോളല്ലോ എന്ന് വിചാരിച്ചിട്ട് പോന്നു. അത് കഴിഞ്ഞപ്പോ ആ പാടത്ത് താമസിക്കുന്നവരൊക്കെ എന്നെ കൊറേ ഫോണിൽ വിളിച്ചു. ഞാൻ അതൊന്നും അറിയണില്ല, കേൾക്കണില്ല. അത് കഴിഞ്ഞിട്ട് ഇനി ഫ്രണ്ടിരിക്കുന്ന അമ്മച്ചി പാടത്ത് തീയിട്ടിട്ടുണ്ടായോ എന്ന് വെച്ചത്. അപ്പൊ നോക്കിയപ്പോൾ അവള് പറയുന്നത് അവിടെ തീ കത്തിട്ട് അപ്പുറത്ത് വീട്ട വെള്ളം ഒഴിക്കുന്നില്ല. അങ്ങനെ ഞാനുണ്ട് ഇനി അവസാനം വെള്ളം കൊണ്ടുപോയിട്ട് അവിടെ താഴത്തുള്ള ഒരു മോട്ടർ അടിച്ച് ഫയർഫോഴ്സ് വിളിക്കേണ്ടി വരാമോ തീ അണയ്ക്കാൻ വേണ്ടിട്ട്? ആളി പിടിച്ചു പെട്ടെന്ന് തീ. കടലാസ് അങ്ങനെയുള്ള വേസ്റ്റുകൾ കുറച്ചുണ്ടായിരുന്നു തീയിട്ടത്. അപ്പൊ പിന്നെ അത് അവിടെ പടർന്നു ഞാൻ അറിഞ്ഞില്ല. ഞാൻ അമ്മച്ചി ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ട്, അതിട്ടിട്ട് കൊറേ ആളെ പിടിച്ചിട്ടു. അത് പിന്നെ മോട്ടർ അടിച്ച് കിടത്തേണ്ടി വന്നു. ആളെ നിർത്തി ഇവിടെ തീ അണച്ചിട്ടുണ്ട്. അത് തീ പെട്ടെന്ന് ഇങ്ങനെ ആളി പിടിക്കില്ല, നമുക്ക് വെള്ളത്തിന് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല നമ്മുടെ കയ്യില്. ഇങ്ങനെ ആളൊന്നും ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ ഇടയ്ക്ക് ഇടുമ്പോ ആളാറൊന്നും ഇല്ല. എന്നിട്ട് പിന്നെ ഇടിഞ്ഞ് വെള്ളം കൊണ്ടു തന്നു. ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ട് ഇത് കെടുത്തി. ആശുപത്രി പോകാനാണെങ്കിൽ നമ്പർ ബുക്ക് ചെയ്തുകൊണ്ട് നിൽക്കണം. ആ തിരക്കിന്റെ ഉള്ളിൽ കൊടുത്തത്. അപ്പൊ അവിടെ ഉള്ളവർ പറഞ്ഞിട്ട് അവരുടെ മോട്ടർ അടിച്ച് തരാന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ അധികം റോഡുള്ളാനും കൂടെ ഇങ്ങോട്ട് കടന്നില്ല. ഇങ്ങോട്ട് കടന്നാ പണി കിട്ടിയാനെ പോയില്ല. റോഡിന്റെ അപ്പുറത്ത് ഞങ്ങളുടെ കണ്ടത്തിൽ തന്നെ തീയിട്ടത്. റോഡിന്റെ ഇപ്പുറത്തേക്ക് കടന്നു പിടിച്ചാൽ കിട്ടില്ല. അങ്ങനെ ഒരു പറ്റുപറ്റിന്നറിയാം. അങ്ങനെ ഇന്നത്തെ ദിവസം ആശുപത്രി ശുഭകരമായി. ആശുപത്രി കേസും രോഗവും ഒക്കെ നല്ല നിക്കാൻ വന്ന ദിവസം വളരെ നല്ലതാ. നല്ല മഴ വന്നിട്ടുണ്ട് തോന്നെ. നല്ല മഴയല്ല, ചെറുതായിട്ടൊന്ന് ചാറി പോയി കഴിഞ്ഞാ നല്ല പോലെ ചൂട് കൂടുമല്ലോ. പൊളിച്ച് വരുന്നുണ്ട്. പക്ഷെ ആ എര എവിടെ പോണാവോ? എരയൊന്നും ഉണ്ടാവില്ല, വെറുതെ ഒന്ന് ചാറും. ചാറി കഴിഞ്ഞ സൗണ്ട് അല്ലേ? അതിനുള്ള മഴയൊന്നും ഇല്ല കേട്ടാ. മോനങ്ങടെ പോണ മഴയത്തും ഉണ്ടാ? അത് മഴ പൊക്ക മഴയെന്ന് പറഞ്ഞേ. മഴ പൊക്ക മഴ. 4 മണിക്ക് 5 മണിക്ക് പല്ലേക്കണ കുട്ടീനെ കണ്ടണ്ട. അതേ ആദം ജോൺ ഡെലീഷ്. ദൈവമേ അയ്യേ കളിയാക്കട്ടെ നിന്നെ ആൾക്കാര്. കണ്ടാ കാറ്റുവനുണ്ട്. ദേ മരക്കൊമ്പുകൾ തേങ്ങാക്കുലകൾ ആടുന്നു. ദേ മഴയായിട്ടല്ല കാണണേ, തേങ്ങാക്കുലകൾ ആടുന്നുണ്ട്. കറണ്ട് പോയി കഴിഞ്ഞാ വരില്ലല്ലോ ഇവിടെ. എന്റെ മാതാവേ, ഇവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ട് സാധാ വരാറില്ല. ഇൻവെർട്ടറിന്റെ ബാറ്ററി ആണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി പോകും. പൂർത്തിയാവും ഇപ്പൊ. അതെ മഴ മൂർധനമായി കൂടി ആദമതിപ്പോ മഴ പെയ്യണു. മഴ കൊട മഴ മണം വന്നിട്ടാ. മറ്റേ പുതുമണ്ണിന്റെ മണം വന്നുണ്ട്. അത് നല്ല രസമുണ്ട് അല്ല? അതാ മഴ ഉണ്ട മണം തലചിറ്റ് ഛർദിയൊക്കെ വരുമ്പോളേ ഇങ്ങനെ തേക്കാത്ത ചുമരുണ്ടെങ്കിൽ ഇങ്ങനെ അതിൽ വെള്ളം കൊണ്ടൊന്ന് ഒഴിക്കമ്മ. എന്നിട്ട് അത് മടിപ്പിക്കാൻ പറയോ. അപ്പൊ ഛർദി ഇതൊക്കെ മാറും. തലകറക്കം ഛർദിയൊക്കെ മഴ വെറുതെ തല്ല് വാങ്ങരുത്. നമ്മളെല്ലാവരും കൂടി ഒരു ഈവനിങ് വാക്കിന് പോവാണ്. എവിടേക്കാണ് പോണത്? പാടത്തോട്ട്. പാടത്തേക്ക് പോയിട്ട് എന്നിട്ട് ചെയ്യാ. അപ്പൂപ്പൻ താടീനെ പിടിക്കോ? ആര് പിടിക്കോ? ഇതേ പോണ്. അമ്മച്ചി വന്നില്ല എന്ന് പറഞ്ഞ, പക്ഷെ 3 പേരും കൂടി കൊണ്ട് പോവാൻ 2 പേര് തല്ല് പിടിക്കണ കാരണേ ബുദ്ധിമുട്ടാണ്. അപ്പൊ അമ്മച്ചി കൂടി ഇവിടം വരെ നടക്കാന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഒരു പേടിയില്ലാത്ത പിള്ളേര് ഇതേ പോണ് പാടത്തേക്ക് തന്നെ. നോക്കിയേ 2 കൂടി നോക്കിയേ. മഴ പെയ്തിട്ട് ഒരു 8 രൂപയായി.
യാതൊരു തരത്തിലുള്ള പേടിയില്ല. അതെന്താടാ ഡാ നീ പോണു ഓടി. പട്ടീൻ്റെ അവിടെ പട്ടി എവിടാ പൂവാ? ഇത് എവിടുന്ന് പൊട്ടിച്ചേ? എവിടെ? ഇവിടെ നല്ല നീ പൊട്ടിച്ചേ കുറുമ്പൻ. അപ്പൊ എന്താടി എവിടെയാ പോരെ ഡാൻസ് കളിച്ചെടുക്കേ. അങ്ങനെ നമ്മുടെ ഈവനിങ് വോക്ക് സക്സസ്കരമായി കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു ഗൈസ്. ഒരു പൂ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ പൂ കൊണ്ടുവന്ന് ആരകത്തിട്ടാള്? ആരെന്നലെ പൂ വെച്ചാള്? പൂതായി പുറത്തിട്ട് അബുരു വായിലിട്ടാ കാട്ടിക്കളയടാ. ഗുഡ് ബോയ് അല്ലേ? മഴ പെയ്ത് കഴിഞ്ഞ പിന്നെ ചൂട് അക്രമായിട്ടാ. ഒരു വെറുതെ ചാറിയ മഴ, ചൂടാണെങ്കി നല്ല പോലെ കൂടിയേക്കണ്. അക്രമ ചൂട്, രക്ഷയില്ല. നടന്നവിടെ വരെ വന്നപ്പോഴേക്കും പേശെടുത്ത് കുളിച്ചു എന്നുള്ളതാ സത്യം. എന്നിട്ട് നീ പറയണേ ചാപ്പുവാ? അയ്യോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.